ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള ചട്ടിപ്പത്തിരില്ലേ അതാട്ടോ. നല്ല സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് മൈദ വേണം കേട്ടോ. മൈദയ്ക്ക് കുറഞ്ഞ ചൂടുള്ള വെള്ളം, നല്ല ചൂട് വേണ്ട, കുറഞ്ഞൊരു ചൂട്. ഇത് മാവൊന്ന് ആക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു കുറഞ്ഞ ചൂട് മതി കേട്ടോ. അതിലേക്ക് ഉപ്പിട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് ഇതിലേക്ക് ബോൾസ് ആക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതില്ലേ ഓരോന്നും ബ്രസ്മ വെച്ചിട്ട് അമർത്തിയെടുക്കാം. പത്തിരിൻ്റെ ഷേപ്പിൽ, അധികം വലുപ്പമില്ലാതെ. ഇങ്ങനെ ചെയ്യണം കേട്ടോ, പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അതിന് വേണ്ടത് ഒരു പത്തിരി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണയില്ലേ പുരട്ടി കൊടുക്കുക. പിന്നെ മൈദപ്പൊടി ഇല്ലേ ആ പൗഡർ എടുത്തതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ 4 ലെയർ ആക്കിയിട്ട് പത്തിരി പരുത്താണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. അത് ഇതിൽ ചുട്ടെടുത്തിട്ട് അതിൽ തന്നെ ഓരോ ലെയർ ഇങ്ങനെ വിട്ട് പോരും. അങ്ങനെ ആ ടൈമിൽ തന്നെ എടുക്കാൻ കഴിയുകയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇത് ചുട്ടെടുത്തതിന് ശേഷം ഓരോ ലെയർ എടുത്താൽ മതി കേട്ടോ. പിന്നെ നെയ്യ് ഒഴിക്കുക. അതിൽ കിസ്മിസില്ലേ, മുന്തിരിയും അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് വറുത്തെടുക്കാം. പിന്നെ അതിൽ തന്നെ എഗ്ഗില്ലേ, പിന്നെ വേണ്ട 4 എഗ്ഗ് മുട്ടെടുക്കുക. പിന്നെ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് 1 ഏലക്കൻ്റെതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്തെടുത്തില്ലേ, ഈ പ്രൈവാനിൽ തന്നെ മുട്ടൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചിക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. ഇതുപോലെ ആയതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ചട്ടിപ്പത്തിരിക്കുള്ള ഫില്ലിങ് റെഡിയായി. പിന്നെ വേണ്ടത് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 4 മുട്ടയില്ലേ അത് പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ 1 കപ്പ് പാൽ ഒഴിച്ചെടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയില്ലേ, പഞ്ചസാരയിലേക്ക് ഏലക്ക ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അത് ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇതിൽ ഇതില്ലേ കളറും ഇട്ട് കൊടുക്കട്ടെ, മഞ്ഞളോ അല്ലെങ്കിൽ കളറോ, മഞ്ഞൾ പൗഡർ ഇട്ടാലും മതി കുറച്ച്, അല്ലെങ്കിൽ അതിന് കളറില്ലേ അത് യൂസ് ചെയ്താലും മതി, കുറച്ച് ഇട്ടെടുത്താൽ മതി. പിന്നെ വേണ്ടത് ഓയിൽ കുറച്ച് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള പാത്രമില്ലേ അതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് പത്തിരി റെഡിയാക്കിയില്ലേ, ഞാൻ ഓരോ പത്തിരിയും 1 കപ്പ് പാലെടുത്തില്ലേ ഒരു പാത്രത്തിൽ, ആദ്യം അതിൽ കോട്ട് ചെയ്തിട്ട് പിന്നെ മുട്ടൻ്റെ മിക്സില്ലേ അതിൽ കോട്ട് ചെയ്യാം. പിന്നെ റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ. പിന്നെ ആ ഫില്ലിങ്ങിൻ്റെ കൂട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ എത്ര പത്തിരി വേണോ അതിനനുസരിച്ച് ചെയ്യാം. ഇതിൽ 10 പത്തിരി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഫില്ലിങ് ചെയ്യാം. അങ്ങനെ ഓരോ പത്തിരി ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കിസ്മിസിൽ മുന്തിരി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഇതിന് മുകളിൽ ബാക്കി ബാറ്റർ വന്നില്ലേ കേക്കിൻ്റെ, അത് ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ അടച്ച് വേവിച്ചെടുക്കണം. സിമ്മിലാട്ടോ വെക്കേണ്ടത്, തീ സിമ്മിൽ വെക്കുക. പിന്നെ തട്ട് വെക്കുന്നത് നന്നായിരിക്കും, അടി പിടിക്കാതിരിക്കാനും തട്ട് വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഇത് വെച്ചാൽ മതി. വേവായതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കസ്കസ് ഇല്ലേ, വൈറ്റ് കസ്കസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വെന്തതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് വേവായിരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ മധുരമുള്ള സോഫ്റ്റ്നെസ്സോട് കൂടിയുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും. ട്രൈ ചെയ്യാത്തവരൊന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻ്റായിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണേ ഉണ്ടാക്കിയതിന് ശേഷമുള്ള. താങ്ക്സ് ഫോർ വാച്ചിങ്.